ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 13ാം റൗണ്ട് പോരാട്ടങ്ങൾക്കാണ് കഴിഞ്ഞ ആഴ്ച വിരാമമായിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു മുഹമ്മദൻ എസ്സിയെ അവർ പരാജയപ്പെടുത്തിയിരുന്നത്. 13ാം റൗണ്ട് പോരാട്ടങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ ISL ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും 2 സർപ്രൈസ് താരങ്ങളാണ് ഇടം നേടിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരാൾ മിലോസ് ഡ്രിൻസിച്ച് ആണ്. അദ്ദേഹം ഈ ഒരു ടീമിൽ ഇടം നേടുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല. മറ്റൊരാൾ നോവ സദോയിയാണ്. കഴിഞ്ഞ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് നോവ സദോയിയാണ്. പക്ഷേ അഡ്രിയാൻ ലൂണ ഇടം നേടും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. നോവയേക്കാൾ മികച്ച പ്രകടനം നടത്തിയത് അഡ്രിയാൻ ലൂണയാണ് എന്ന അഭിപ്രായം ആരാധകർക്കിടയിൽ സജീവമായിരുന്നു. അഡ്രിയാൻ ലൂണയ്ക്ക് ഈ ഒരു 11-ൽ ഇടം ലഭിച്ചില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യമാണ്. ഏതായാലും ഈ ഒരു ടീം ഓഫ് ദി വീക്ക് നമുക്കൊന്ന് ഇപ്പോൾ പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് TP രഹനേഷാണ് വരുന്നത്. ഇനിയിപ്പോൾ പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിലോസ് ഡ്രിൻസിച്ച് വരുന്നുണ്ട്. FC ഗോവയുടെ ഒനൈൻഡ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരി ഇപ്പോൾ വരുന്നുണ്ട്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെന്നൈയിൻ FCയുടെ നബ്ദെ, അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ അൻവർ അലി എന്നിവർ ഇടം നേടിയിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ നോവ സദോയും ബ്രൈസൺ ഫെർണാണ്ടസും ഉണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗില്ലർമോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ ഹൈദരാബാദിന്റെ കൊറിയ, അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ PV വിഷ്ണു എന്നിവരാണ് ഇപ്പോൾ ഈ ഒരു 11-ൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ പരിശീലകനായിക്കൊണ്ട് ഓസ്കാർ ബ്രൂസോനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനാണ് അദ്ദേഹം. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു 11 വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മിലോസ് ഡ്രിൻസിച്ചും അതുപോലെ തന്നെ നോവ സദോയുമാണ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.